ഫൈൻഡ് നമ്മൾ ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യനും എക്സാമിന് ചോദിച്ച ടൈപ്പ് ചോദിച്ച തന്നെ ക്വസ്റ്റ്യൻസ് കേട്ടോ. അതുകൊണ്ട് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഫൈൻഡ് ദി ഫോറിയർ cosine transform of e raised to minus ax divided by x. So this is the question. Find the Fourier cosine transform of e raised to minus ax divided by x. So what is a Fourier cosine transform? What is Fourier cosine transform? You can say Ananya? Ananya? Ananya, what is Fourier cosine transform? Or how to transfer a function to cosine form? Cosine transform. Fourier cosine transform. Okay, Amaya? Amaya? മാം അനന്യ എന്താ മിണ്ടാതിരുന്നേ? മാം ഞാൻ ലേറ്റ് ആയി പോയി. ഓക്കെ, എന്താ Fourier cosine transform? What is the formula of Fourier cosine transform? എഫ് ഓഫ് സി f of omega equal to root of 2 by pi integral 0 to alpha To 0 to infinity. 0 to infinity f of x cos omega x into dx. Okay, so that is Fourier cosine transform. So using that formula, we can find the transform of the given function, which is the given function e raised to minus ax divided by x. Okay, so ചെയ്തോ നിങ്ങൾ? That is നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. എഫ് സി ഓഫ് ഒമേഗ Fourier transform cosine transform is equal to in root 2 by pi integral 0 to infinity f of x into cos omega x dx, okay, which is equal to root 2 by pi into integral 0 to infinity e raised to minus ax divided by x into cos omega x dx. നിങ്ങൾ ഈ ഫംഗ്ഷൻ ഒന്ന് നോക്കിക്കേ. How to find the transform of this function or how to integrate this function? നിങ്ങൾ ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ ഫോം നോക്കിക്കേ. നമുക്ക് പ്രൊഡക്റ്റ് റൂളൊക്കെ ആണെങ്കിൽ വി ക്യാൻ ഇൻ്റഗ്രേറ്റ് അല്ലേ. ഇവിടെ നിങ്ങൾ നോക്ക്, എക്സ് വരുന്ന 3 ഫംഗ്ഷൻസ് വരുന്നുണ്ട്, ഡിവിഷനും വരുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷനും വരുന്നുണ്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രൽ ആയത്. ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക? ഇത് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് നോക്കുക. ഇഫ് യു ക്യാൻ ഫൈൻഡ് ദി ഇൻറ്റഗ്രൽ ഓഫ് സച്ച് ഫങ്ഷൻസ് യു ക്യാൻ ഡു. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാം. അല്ല ഇങ്ങനെ 3 ഫങ്ഷൻസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഓക്കെ, then we can find the derivative of this integral. നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. That means we will find the derivative of this fc of omega. Fourier transformന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കും. Then we will get what f dash of c. ഈ f dash of c ന്ന് പിന്നെ നമ്മൾ എഫ് സിയിലേക്ക് പോകണമെങ്കിൽ എന്താ ചെയ്യുക? ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, നമ്മൾ നേരെ തിരിച്ചിട്ട് ഇവിടത്തേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യും? ആർക്ക് പറയാൻ പറ്റുക? ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ again how to come back to this function fc of omega means എഫിലേക്ക് എങ്ങനെ എത്താം? എഫ് ഡാഷ് എന്ന് എഫിലേക്ക് എങ്ങനെ നമുക്ക് എത്താം? ഹു ക്യാൻ സേ? ഇപ്പൊ നമ്മൾ എഫ് ആണ് കണ്ടുപിടിക്കുന്നത്, എഫ് ഓഫ് ഒമേഗ. ദെൻ ടു ഫൈൻഡ് ദി ഇന്റഗ്രൽ വാല്യൂ, അതിൻ്റെ ഒരു മെത്തേഡാണ് ഇത്. ഫസ്റ്റ് വി വിൽ ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് ദറ്റ് എഫ്, ദെൻ വി വിൽ ഗെറ്റ് എഫ് ഡാഷ് കിട്ടും. ഓക്കെ, ആ എഫ് ഡാഷ് വെച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് എഫ്. അപ്പം ഡെറിവേറ്റീവിന് നമ്മൾ നേരെ തിരിച്ച് എഫിലേക്ക് വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്?
ഇന്റഗ്രേറ്റ് ചെയ്യുക. വെരി ഗുഡ്. അതല്ലേ ആന്റി ഇന്റഗ്രൽ ആണ് ഡെറിവേറ്റീവ്, ഒരു ആന്റി ഡെറിവേറ്റീവ് ആണ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. സോ നേരെ തിരിച്ചിട്ട് വരണമെങ്കിൽ നമ്മൾ എഗെയിൻ അതിന് എന്ത് ചെയ്യും, ഇന്റഗ്രേറ്റ് ചെയ്യും. സോ അത് ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഇന്റഗ്രൽ വാല്യൂ കാണാൻ വേണ്ടിയിട്ട്. അത് ഓർത്ത് വെക്കുക. ഓക്കെ. സോ എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു വാട്ട്? എന്തായിരിക്കും എഫ് ഡാഷ് ഓഫ് സി? which is equal to this is constant, root 2 by pi is constant, integral അതുപോലെ എഴുതുക. Then what? E raised to minus ax divided by x. സോ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇതിന്റെ ഇന്റഗ്രൽ, ഓരോന്നിന്റെയും ഇന്റഗ്രൽ നമ്മൾ കണ്ടുപിടിക്കുക. സോ എന്താ വരും ഇതിന്റെ ഇന്റഗ്രൽ? ഓക്കെ. ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് ഡെറിവേറ്റീവ് കാണേണ്ടത്. സോ വാട്ട് ഈസ് ദി ഇന്റഗ്രൽ? എന്താ വരുക? ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇ റേസ് ടു മൈനസ് എ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻ ടു കോസ് ഒമേഗ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് ഒമേഗ എക്സ് ഇസ് വാട്ട്? എന്താ കോസ് ഒമേഗയുടെ ഡെറിവേറ്റീവ് എന്താ? ഇറ്റ് ഈസ് മൈനസ് സൈൻ ഒമേഗ എക്സ്, നമ്മുടെ എഫ് ഡാഷ് ഓഫ് ഒമേഗ. സോ ഒമേഗ വെച്ചിട്ടാണ് ഡെറിവേറ്റീവ് ആണെന്ന്. സോ ദി കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഓഫ് ഒമേഗ ഈസ് എക്സ്. സോ ഡെറിവേറ്റീവ് ആണ്. സോ ഇൻ ടു എക്സ് എന്ന് വരും. ഓക്കെ. ഒന്നുമില്ല, രണ്ട് സൈഡിൽ നമ്മൾ ജസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നു. എഫ് സി ഓഫ് ഒമേഗ, ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് എഫ് ഇസ് എഫ് ഡാഷ് ആൻഡ് ഹിയർ ദ ഡെറിവേറ്റീവ് ഇസ് വാട്ട്? ദിസ് ഇസ് കോൺസ്റ്റന്റ്. സോ കോൺസ്റ്റന്റ് ആൻഡ് ഇന്റഗ്രൽ അങ്ങനെ തന്നെ വെക്കുക. ദെൻ ഇ റേസ് ടു മൈനസ് എ എക്സ് ഡിവൈഡഡ് ബൈ എക്സ്, ദിസ് ഈസ് ഓൾസോ കോൺസ്റ്റന്റ് ബിക്കോസ് ഒമേഗ വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുന്നുണ്ട്. വി കൺസിഡർ ദിസ് ആസ് എ കോൺസ്റ്റന്റ്. സോ കോൺസ്റ്റന്റിന് അതേപോലെ തന്നെ എഴുതി. ഇൻ ടു ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഒമേഗ എക്സ് ഇസ് മൈനസ് സൈൻ ഒമേഗ എക്സ് ഇൻ ടു എക്സ്. Okay, then this x and this x got cancelled. Okay, ഡെറിവേറ്റീവ് കാണുമ്പം എന്താവും? ഇന്റഗ്രൽ പോട്ടാ അല്ലേ? ഇന്റഗ്രൽ പോവില്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താ? ക്യാൻസൽ ആണ്. സോ രണ്ട് സൈഡിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇതും ഇതും ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് എന്ത് കിട്ടി? എഫ് സി ഡാഷ് ഓഫ് ഒമേഗ is equal to root 2 by pi into എന്ത് വരും? മൈനസ് സൈൻ ഒമേഗ എക്സ്. ഓക്കെ. ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഇന്റഗ്രല് ഇവിടെ തന്നെ വരും. ഇത് എക്സ് വെച്ചിട്ടുള്ള ഇന്റഗ്രൽ അല്ലേ, നമ്മൾ ഡബ്ല്യു വെച്ചിട്ടല്ലേ ഡെറിവേറ്റീവ് കാണുന്നത്. സോ ഇന്റഗ്രലിന് ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ. ഒരു മിനിറ്റ്. നമ്മൾ ഇത്രയും വരെ ചെയ്തത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. വി ഹാവ് ടു ഫൈൻഡ് ദി കൊസൈൻ transform, right? We have to find the cosine transform. അപ്പോൾ നമ്മൾ we have the formula for finding the cosine transform, that is f of omega or fc of omega is equal to root 2 by pi into integral 0 to infinity cos omega x dx. So that is the formula, and we substitute that f of x there. F of x എന്തായിരുന്നു? e raised to minus ax divided by x. So that is നമ്മളെ ഫംഗ്ഷൻ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് വരുന്ന 3 ഫംഗ്ഷൻസ് കിട്ടി. സോ വി ഡോണ്ട് നോ ഹൗ ടു ഫൈൻഡ് ദി ഇന്റഗ്രൽ വാല്യൂ, ഇന്റഗ്രൽ ഓഫ് ദിസ് ഫംഗ്ഷൻ. ഓക്കെ. സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എഫ് സി ഡാഷ്, ദാറ്റ് മീൻസ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ആൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതിന് ഇതേപോലെ തന്നെ എഴുതുക. റെസ്പെക്ട് ടു ഇത് എക്സ് വെച്ചിട്ടുള്ള ഇന്റഗ്രൽ ആണ്, ആൻഡ് നമ്മൾ എഫ് ഡാഷ് ഓഫ് ഒമേഗ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. സോ ഇതൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മളിവിടെ ഇയാളെ മാത്രമേ ഡെറിവേറ്റീവ് കാണേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായെങ്കിൽ ഒന്ന് പറഞ്ഞേ. ക്ലിയർ ആയോ? ഇത്രയും വരെ ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ?
ഭയങ്കര റെയർ ആയിട്ടാണ് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. ഇൻ കേസ് ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ ടൈപ്പും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തത്. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു റൂട്ട് 2/π ഇൻറ്റു we can take this negative outside, then we'll get what? Integral dx ഉണ്ട്. Integral 0 to infinity e raised to minus ax into sin omega x dx. ഓക്കെ, ഇങ്ങനെ കിട്ടിയില്ലേ? സോ വാട്ട് ഈസ് ദിസ് ഇന്റഗ്രൽ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതെന്താണെന്നുള്ളത്? ഇന്റഗ്രൽ 0 to infinity e raised to minus ax into sin omega x dx. ഇതെന്താ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇതെന്താണ് എന്നുള്ളത്? ഇന്റഗ്രൽ 0 to infinity e raised to minus ax into sin omega x dx. Anyone? ആ ഇന്റഗ്രൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തോ ഒന്നിന്റെ ഡെഫിനിഷൻ ആണ്. Anyone? Integral 0 to infinity e raised to minus ax into sin omega x is what? തെറ്റിയാലൊന്നും കുഴപ്പമില്ല, നിങ്ങളൊന്ന് പറയോ? w/1 plus w square. അടുത്തെത്തി എന്തോ ഒരു. സോ വാട്ട് ഈസ് ദാറ്റ്? എന്തായിരുന്നു അത്? എങ്ങനെയാ അത് കിട്ടിയേ? എന്തിന്റെ ബേസിൽ അത് പറഞ്ഞേ? ശരിയല്ലേ പറഞ്ഞേ? യെസ് മാം. എന്ത് കണ്ടിട്ട് അത് പറഞ്ഞേ? w by. ഓക്കെ, ദാറ്റ് ഇന്റഗ്രൽ വാല്യൂ അല്ലേ? നമുക്ക് അതിന്റെ ഇന്റഗ്രൽ അറിയാം. സോ നമ്മള് അതിന്റെ ഇന്റഗ്രൽ നമ്മൾ കണ്ടുപിടിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. എന്താ? റൂട്ട് 2/π ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് അല്ല, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും സൈൻ ഫംഗ്ഷനും ആണ് പ്രൊഡക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ യൂസ് ദറ്റ് ഫോർമുല. ഓൾറെഡി പറഞ്ഞ ഫോർമുലയാണ്. പിന്നെ ഇതിന്റെ ലിമിറ്റ് 0 to infinity അല്ലെ? 0 to infinity ആണ് ഇതിന്റെ ലിമിറ്റ്. സോ വി ക്യാൻ യൂസ് ദറ്റ് ഫോർമുല. ഏതാ? സൈന് വരുമ്പം ഏതായിരിക്കണം ന്യൂമറേറ്ററിൽ വരേണ്ടത്? ദിസ് ബി, റൈറ്റ്? ബിക്ക് പകരം ഇവിടെ ഒമേഗയാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് വി ആർ ഇന്റഗ്രേറ്റിംഗ് ദിസ് ഫംഗ്ഷൻ ആൻഡ് വി ഹാവ് ടു കോഎഫിഷ്യൻസ് ഫോർ എക്സ്. ഹിയർ ഇറ്റ് ഈസ് മൈനസ് എ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഒമേഗ. ഓക്കെ, എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് ആയിട്ട് തന്നാൽ എക്സിന് രണ്ട് കോഎഫിഷ്യൻസ് കിട്ടും. ഒന്ന് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന്റെ കോഎഫിഷ്യന്റ് ആൻഡ് ദി അതർ ഇസ് സൈൻ ഫംഗ്ഷൻസ് കോഎഫിഷ്യന്റ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് വാട്ട് റൂട്ട് 2/π ഇൻറ്റു അതിന്റെ ഫോർമുല എന്തായിരുന്നു? സൈന് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, റൈറ്റ്? സോ ഹിയർ ബി ഈസ് ഒമേഗ, സോ ഒമേഗ ബൈ എ സ്ക്വയർ, ദാറ്റ് ഈസ് എ തന്നെ, എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, സോ ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. സോ ദിസ് ഈസ് എഫ് ഡാഷ് ഓഫ് സി. പിന്നെ അങ്ങനെ അല്ലാണ്ട് നിങ്ങൾ നോക്ക്, ഇതെന്താ ശരിക്കും? ഇ റേസ് ടു മൈനസ് എസ് ടി ആ ഒരു ഫോമിലല്ലേ നമുക്കിത് വരുന്നത്? e raised to minus 80 into sin omega t dt form. This is Laplace transform in ഒരു ഫോം അല്ലേ ഇത്? Laplace transform of sin omega x ന്റെ ഫോം അല്ലേ ഇത്? എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ സോ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് വി ക്യാൻ റൈറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദറ്റ് ഫംഗ്ഷൻ ഇസ് സൈൻ ഒമേഗ എക്സിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇസ് ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല നമുക്ക് ഡയറക്റ്റ് അറിയാം ഇതിന്റെ ഫോർമുല. ദെൻ വി ക്യാൻ റൈറ്റ് ദി ആൻസർ ഡയറക്ട്ലി. ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് സി എന്താ കിട്ടിയേ? Okay, so f dash of omega is equal to minus root 2/π into omega by a square plus omega square. നിങ്ങൾ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താലും മതി കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഇന്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നു അതേപോലെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ആൻസറും തെറ്റില്ല, വേഗം ആൻസർ കിട്ടും. ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് ഒമേഗ is equal to minus root 2/π into
what omega by a square plus omega square. Then we get this what f dash of omega. See, നമുക്ക് നേരെ തിരിച്ചിട്ട് എഫ് സി ഓഫ് ഒമേഗ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ഒമേഗ ഡി ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? ഇന്റഗ്രൽ മൈനസ് റൂട്ട് 2/π ഇൻറ്റു ഒമേഗ ബൈ a square plus omega square d omega, and we can take the constant minus root 2/π outside, then you will get what? Integral omega by a square plus omega square d omega. Okay, so here also numerator denominator with respect to omega we are integrating this function, and here numerator is a function of omega and in denominator also it is a function of omega. So ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. സോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഇവിടെ? Okay, we can take u is equal to omega square. Okay, then du by d omega is equal to what? Omega square in the derivative and the 2 omega ആണ്. Okay, then du is equal to 2 omega into d omega, right? അപ്പം നിങ്ങൾ ഇതൊന്ന് എടുക്കുക. താഴെ നമുക്ക് ഒമേഗ സ്ക്വയർ ഉണ്ട്, മേലെ നമുക്ക് ഒമേഗയുള്ളൂ, എന്തില്ല? 2 ഒമേഗ ഇല്ല. സോ നമ്മൾ ഈ പ്രോബ്ലം ഇങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഇന്റഗ്രേഷൻ കാര്യങ്ങളൊക്കെ, പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഈ ഒരു ഫോം ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, സോ ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. സോ ഹിയർ ഇറ്റ് ഈസ് ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. യൂസിങ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വി വോണ്ട് 2 ഒമേഗ. ഇവിടെ 2 വേണമായിരുന്നു, അപ്പൊ അതില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ മൾട്ടിപ്ലൈ 2. Okay, then we can take that 1/2 outside, then you will get minus 1/2 into root 2/π into integral 2 omega d omega divided by 2 നമ്മൾ outside എടുത്തു, then it is a square plus omega square എന്ന് വരും. Okay, and this is equal to minus 1/2 into root 2/π. Then ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഡി യു ഇസ് ഈക്വൽ ടു 2 ഒമേഗ ഇൻറ്റു ഡി ഒമേഗ. സോ ഈ 2 ഒമേഗ ഇൻറ്റു ഡി ഒമേഗക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് ഇന്റഗ്രൽ ഡി യു അല്ലേ? 2 ഒമേഗ ഡി ഒമേഗ ഇസ് ഡി യു ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് u is equal to omega square. a square plus u വരും. Okay, then this is equal to what? Minus 1/2 into root 2/π 1 by a square plus u. എന്താണ് അതിന്റെ ഇന്റഗ്രൽ? എന്താ? ഇറ്റ് ഈസ് log a square plus u, right? പ്ലസ് സി ഇന്റഗ്രല് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള ഇന്റഗ്രൽ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടിട്ട് നേരെ തിരിച്ചു പോകുന്ന ഇന്റഗ്രൽ അല്ലേ. സോ നമ്മൾ ഇന്റഗ്രൽ ഇങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്, ലിമിറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്താൽ ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കുക. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു minus 1/2 root 2/π into log a square plus what is u? u is omega square. So omega square plus c. അപ്പം മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എഫ് ഡാഷ് സി വരെ ക്ലിയർ ആയിരിക്കില്ലേ? then we have to find fc of omega. So fc of omega is what? Integral of fc dash of omega. ഈ ഡെറിവേറ്റീവിന്റെ ഇന്റഗ്രൽ ആണ്. ഇറ്റ് ഈസ് fc of omega അല്ലേ? ഡെറിവേറ്റീവ് കണ്ടാൽ അതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ we will get the function fc of omega. എഫ് ഡാഷിന്റെ ഡെറിവേറ്റീവ് കണ്ടാൽ എഫ് കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഫോർമുലയിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇന്റഗ്രൽ
f dash of c omega is what? Minus root 2 by pi into omega by a square plus omega square d omega. So here minus 2 by pi is a constant, so we can take that constant outside. That is minus root 2 by pi into integral omega by a square plus omega square d omega എന്ന് വരും. Now we have to find the integral of this function. The numerator and denominator, it is the function of omega. So we can use the substitution method. So we substitute what? U. ഈ ഒമേഗ സ്ക്വയറിനെ നമ്മൾ യു ആയിട്ട് വിളിച്ചു. ദെൻ ഡി യു ബൈ ഡി ഒമേഗ, ഈ യുവിന്റെ ഡെറിവേറ്റീവ് കണ്ടു, ഒമേഗ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കണ്ടു. യുവിന്റെ ഡെറിവേറ്റീവ് ഇസ് ഡി യു ബൈ ഡി ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ ഡെറിവേറ്റീവ് ഇസ് 2 omega. Okay, then du is equal to what? 2 omega into d omega. ഈ d omega നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. Then you will get 2 omega into d omega. ഓക്കെ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദറ്റ് ഇസ് minus 1/2 into root 2 by pi integral 2. ഇവിടെ അഗെയിൻ ഒമേഗയേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് 2 ഒമേഗ വേണമായിരുന്നു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ. സോ ഒരു 2നെ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് ദിസ് 1/2 വിൽ ടേക്ക് ഔട്ട്സൈഡ് ആൻഡ് then we got integral 2 omega divided by a square plus omega square. എല്ലാ കാര്യങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Then the integral becomes what? In terms of u. Then it is 1 by a square plus u. 1 by u in the integral is, it is log u. So 1 by a square plus u, the integral is log a square plus u. u ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, അതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനൊന്നുമില്ല. പ്ലസ് സി. So this is the answer. Last u omega square ആണെന്ന് കൊടുക്കണം. Is it clear? മനസ്സിലായോ ആൻസർ കിട്ടിയത്? ഓക്കെ, നിങ്ങൾ ചെയ്ത് പഠിക്കട്ടോ. ആർക്കെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ പറയണേ. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. മിസ്സേ ഇങ്ങനെയല്ല, അങ്ങനെ എടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫീഡ്ബാക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും പറയാം. ഓക്കെ, എന്തും നിങ്ങൾക്ക് പറയാം, കാരണം നിങ്ങളാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇപ്പം നമ്മൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഈസ് വാട്ട്? ഫോറിയർ ട്രാൻസ്ഫോം. ഫോറിയർ സൈൻ അല്ലെങ്കിൽ ഫോറിയർ കൊസൈൻ അങ്ങനെയില്ല. ഫോറിയർ ട്രാൻസ്ഫോം ജനറൽ ഫോർമുല. ഓക്കെ, ഫോറിയർ ട്രാൻസ്ഫോം ഈസിയാണ്. So how to transfer a function using Fourier transform? നമ്മൾ സൈൻ ട്രാൻസ്ഫോം പഠിച്ചു, കൊസൈൻ ട്രാൻസ്ഫോം പഠിച്ചു. നമ്മൾ പഠിക്കുന്നത് എന്താ? ഫോറിയറിന്റെ സ്റ്റാൻഡേർഡ് ഫോം, ഫോറിയർ ട്രാൻസ്ഫോം. ഹൗ ടു ട്രാൻസ്ഫർ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് 100% പ്രതീക്ഷിക്കാം ഒരു ക്വസ്റ്റ്യൻ ഒരു ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണാനുണ്ടാവും, സൈൻ ട്രാൻസ്ഫോം കാണാനുണ്ടാവും, കൊസൈൻ ട്രാൻസ്ഫോം കാണാനുണ്ടാവും, അല്ലെങ്കിൽ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. ഓക്കെ, ഷുവർ ആണ്. അത് ഈ മൊഡ്യൂൾ ഇതേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, സോ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ആസ് ഇങ്ങനെയാണ്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് നമ്മൾ കേളി ബ്രാക്കറ്റ് ആട്ടോ ഇടുക. വിച്ച് ഇസ് ഈക്വൽ ടു അഗെയിൻ നമുക്ക് എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. ഒമേഗയിലായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1/√2 പൈ integral minus infinity to infinity f of x into e raised to minus I omega x dx. So this is the formula for finding Fourier transform of a function f of x. Okay, if f of x is given to you and you have to find the Fourier transform of that f of x, നമ്മൾ എന്താ ചെയ്യേണ്ടത്? Multiply that f of x into e raised to minus I omega x. Okay, and we are integrating with respect to x. x വെച്ചിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. 1/√2 പൈ ഉണ്ട്. ഓക്കെ, ഈ ഫോർമുല പഠിച്ചു വെക്കുക. സോ ദിസ് ഈസ് ദ ഫോർമുല ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം. ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ ഇസ് 1/√2 പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് I omega x dx. ഓക്കെ, ആൻഡ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? Inverse Fourier
transform. So inverse Fourier transform means you have to find f of x. ഈ ട്രാൻസ്ഫോം നിങ്ങൾക്ക് തരും, ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് തരും, അതായത് ഒമേഗയിലുള്ള ആ ഒരു ട്രാൻസ്ഫോം നിങ്ങൾക്ക് തരും. യു ഹാവ് ടു ഫൈൻഡ് ദി എഫ് ഓഫ് എക്സ്. ഓക്കെ, സോ ആ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. സോ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഒമേഗ is equal to what? നമ്മൾ എഫ് ഓഫ് എക്സ് തന്നെ, ഇതിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്ത് നമുക്ക് എഫ് ഓഫ് എക്സ് ആണ് കിട്ടുക. ആൻഡ് ദറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1/√2 പൈ ഇൻറ്റു ഇന്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി എക്സ്. എന്താ വ്യത്യാസം? Fourier transform, if you're finding Fourier transform, then the exponential function has a negative side, e raised to I omega x. Okay, if you're finding Fourier transform. And if you want to find the inverse Fourier transform, then this minus will become plus. That is e raised to I omega x ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത്ര മാത്രമേ ഉള്ളൂ. Okay. ഓ, ഇവിടെ എഫ് ഓഫ് ഒമേഗ ആയിരിക്കുവേ, ഇത് എഫ് ഓഫ് എക്സ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഡി ഒമേഗ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ വി യൂസ് ദി ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ഇൻറ്റു ഡി ഒമേഗ. ഓക്കെ, then you will get the answer in terms of x. Similarly, നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം ആണെങ്കിൽ എന്താ ഫോർമുല? ഇറ്റ് ഈസ് സെയിം ഫോർമുല തന്നെ ഇവിടെ എന്ത് വരും? എഫ് ഓഫ് എക്സ് വരും, ഇവിടെ നെഗറ്റീവും വരും, ആൻഡ് ഡി എക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അത് ഓർത്ത് വെക്കാം. ഒരു പ്രോബ്ലം തരാം, ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ആണോ? ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം, ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ നമുക്ക് ഇത് കൂടെ കഴിഞ്ഞാൽ ഇനി ചെറിയ 2 ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ നമ്മളെ മൊഡ്യൂളിൽ. എന്തായാലും ഒരു 2 ദിവസം കൊണ്ട് 2 hours കൂടെ കിട്ടിയാൽ നമ്മളെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, നമ്മൾ പോർഷൻസ് ഒക്കെ തീരും. അത് നന്നായിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്കറിയാം CTS ടെസ്റ്റ് 3 ഓഫ്ലൈൻ ആയിരിക്കും. അപ്പം ഒരു രീതിയിലും ഒരു കള്ളത്തരവും നടക്കൂല. ആത്മാർത്ഥമായിട്ടൊന്ന് പഠിച്ചിട്ട് നിങ്ങളൊന്ന് എക്സാം എഴുതുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കുക. പഠിക്കുന്ന സമയത്ത് എന്ത് ഡൗട്ട് വന്നാലും യു ക്യാൻ മെസ്സേജ് മീ. ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു. സോ പഠിക്കുക. ആർക്കെങ്കിലും സ്പെഷ്യൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ക്ലാസ് ഒക്കെ തരും. അപ്പം നിങ്ങൾ പറയുക, മിസ്സേ ഞാൻ ഇതിൽ കുറച്ച് വീക്ക്, എനിക്ക് മനസ്സിലാവുന്നില്ല. പഠിക്കാൻ താല്പര്യമുണ്ടോ? ദെൻ നിങ്ങൾക്ക് ജയിക്കാം. ആ താല്പര്യമാണ് വേണ്ടത്. ഓക്കെ, ഇനി കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഇ റേസ് ടു ഐ എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? നമ്മൾ ഐ തീറ്റ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഈസ് ഇ റേസ് ടു ഐ എക്സ്? വാട്ട് ഈസ് ഇ റേസ് ടു ഐ എക്സ്? ഇറ്റ് ഈസ് cos x പ്ലസ് ഐ ഇൻറ്റു സൈൻ എക്സ്. ഇത് വേണമെങ്കിൽ എഴുതിയെടുക്കുക, പഠിക്കുക. ഇതൊക്കെ പ്രോബ്ലത്തിൽ ആവശ്യം വന്നാലോ അതുകൊണ്ട് തരുന്നതാ. ഓക്കെ, and similarly e raised to minus ix is equal to what? It is cos x minus I sin x. Okay, അത്രേ ഉള്ളൂ. Then again e raised to ix plus e raised to minus ix divided by 2. എന്താ ഇത്? Anyone? e raised to ix plus e raised to minus ix divided by 2. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും എന്താണത് എന്ന്? What is that? e raised to ix plus e raised to minus ix divided by 2. എന്താ?
e raised to ix into e raised to minus ix divided by 2. അറിയോ ഫോർമുല എന്തിൻ്റെതാണെന്ന്? Okay, so this is cos x. Very good. എക്സിലെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഐ ഉണ്ടാവില്ല. ഓക്കെ, ഹൈപ്പർബോളിക് ഫംഗ്ഷനിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് അത് ഈ ഐ വരൂല. ഐ ഇല്ല, വെറുതെ ഞാൻ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ ദെൻ ദിസ് ഈസ് കോസ് എക്സ്. ഇത് കോസ് എക്സ് ആണ്. ഓക്കെ, ഐ വരുമ്പം സോറി ഇത് കോസ് എച്ച് എക്സ്. ഓക്കെ, ഐ വന്നു കഴിഞ്ഞാൽ ദെൻ ദാറ്റ് ഈസ് നമ്മളെ നോർമൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് ആൻഡ് ഇറ്റ് ഈസ് കോസ് എക്സ്. സിമിലർലി ഇ റേസ് ടു ഐ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് ഡിവൈഡഡ് ബൈ 2. ദിസ് ഈസ് വാട്ട് സൈൻ എക്സ്. ഓക്കെ, പ്ലസ് വരുമ്പം ഇറ്റ് ഈസ് കോസ് എക്സ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് മൈനസ് ദെൻ ഇറ്റ് ഈസ് സൈൻ എക്സ്. ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, മനസ്സിലാക്കി മതി, മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നിങ്ങളെ കോഴ്സ് മെറ്റീരിയൽ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. So the next question is, find the Fourier transform of the following function f of x is equal to 1 if a less than x less than b and 0 otherwise. Okay, so f of x is given to you and you have to find the transform of this function. Okay, so in the transform in the f Fourier transform of f of x is equal to 1 by root 2 by pi into integral minus infinity to infinity f of x e raised to minus I omega x dx, right, which is equal to 1 by root 2 pi. ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി തൊട്ടിട്ട് ഇവിടെ എ തൊട്ടിട്ട് ബി വരെ മാത്രമേ ഫംഗ്ഷൻ ഉള്ളൂ, വേറെ ഒരു സ്ഥലത്തും ഫംഗ്ഷൻ ഇല്ല, ബാക്കി എല്ലാം എന്താണ്, സീറോ ആണ്. സോ നമ്മൾ ഈ മൈനസ് ഇൻഫിനിറ്റി തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ കാണുമ്പോൾ ആകെ ഈ എ തൊട്ട് ബി വരെയുള്ള ഫംഗ്ഷന് മാത്രമേ ഡിഫൈൻഡ് ഉള്ളൂ. സോ നമുക്ക് ഈ ഇതിന് എങ്ങനെ എഴുതിയാൽ മതി, ഇതിനൊന്നിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് മൈനസ് ഇൻഫിനിറ്റി ടു എ പ്ലസ് എ ടു ബി പ്ലസ് ബി ടു ഇൻഫിനിറ്റി അങ്ങനെ വേണമെങ്കിൽ എനിക്ക് എഴുതാം. പക്ഷെ ഇതൊക്കെ സീറോ ആണ്, കാരണം ബാക്കി എല്ലാ വാല്യൂസും സീറോ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, എ ടു ബി വരെ മാത്രം നമ്മൾ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ക്വസ്റ്റൻ ഒക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യട്ടോ. ഇന്റഗ്രലിന്റെ ലിമിറ്റ്സ് ഒക്കെ എന്താ തന്നതെന്ന് വെച്ചാൽ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. So this is integral a to b. എന്തുകൊണ്ടാന്ന് മനസ്സിലായിട്ടില്ല, എയിലും ബിയിലും മാത്രമേ ഫംഗ്ഷനുള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും സീറോ ആണ്. So integral a to b f of x. f of x is what, 1, right, into e raised to minus I omega x dx, which is equal to 1 by root 2 pi into e raised to I omega x. എന്താ e raised to I omega x ന്റെ integral is what, e raised to minus I omega x divided by, we are integrating with respect to x, so here the coefficient of x is minus I omega, so divided by minus I omega. നമ്മൾ എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. Therefore the answer is what, 1 by ഈ മൈനസ് ഐ ഒമേഗനെ നമുക്ക് പുറത്തെടുക്കാം അല്ലെ, റൂട്ട് 2 by pi into minus I omega e raised to minus I omega x അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. എന്താ ഞാനിത് പുറത്തെടുത്തത്, കോൺസ്റ്റന്റ് അല്ലേ, നമ്മൾ എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത്, അപ്പൊ നമ്മൾ എക്സിനാണ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കേണ്ടത്. ഈ ഒരു ടേമിൽ എക്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മളത് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുത്തു. ഓക്കെ, സോ ദി ആൻസർ ഇസ് വാട്ട്, മൈനസ് 1 by റൂട്ട് 2 pi into I omega into e raised to minus I omega, upper limit is b, minus e raised to minus I omega a. So this is the answer. ഇത്രയേ ഉള്ളൂ. Okay.
Is that clear? ഈസി അല്ലേ? ഡയറക്റ്റ് ഫോമിൽ യൂസ് ചെയ്യാം. ഓക്കെ. സോ ഇനിയും അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഈസിയാണ്, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ക്ലാസ്സിന് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. ബാക്കി ഒരു 4 ക്വസ്റ്റ്യൻ ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ടൊന്ന് പഠിക്കാം. അറ്റൻഡൻസ് പറഞ്ഞേ. 1, 2,